ഇതാ നമ്മൾ അമ്മയുമായി ബന്ധപ്പെട്ട തർക്കങ്ങളിലേക്കാണ് പോകുന്നത്. ആ തർക്കം കേവലം ചലച്ചിത്ര സംഘടനയിലെ തർക്കം എന്നതിനപ്പുറത്തേക്ക് വലിയ രാഷ്ട്രീയ ആരോപണങ്ങളിലേക്ക്, വലിയ സാമ്പത്തിക ആരോപണങ്ങളിലേക്കൊക്കെ മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ വിഷയം ഇപ്പോൾ കൂടുതൽ ഗൗരവത്തോടെ പൊതുസമൂഹത്തിന്റെ മുൻപിലേക്ക് എത്തുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അൻസിബയുടെ പരാതിയിൽ പോലീസ് ടിനി ടോമിനെ വൈകാതെ ചോദ്യം ചെയ്യും. അമ്മയിലെ തർക്കങ്ങൾ രാഷ്ട്രീയ ബന്ധങ്ങളിലേക്കും സാമ്പത്തിക ക്രമക്കേടുകളിലേക്കും നീണ്ടതോടെ പ്രതിസന്ധി കൂടുതൽ വഷളാവുകയാണ്. അമ്മയുടെ ഓഫീസിലെത്തിയാൽ ശ്വേതാ മേനോനെ തടയാനും നീക്കമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അതേസമയം ശ്വേതാ മേനോൻ മാധ്യമങ്ങളെ കാണാനും സാധ്യതയുണ്ട് എന്നും പറഞ്ഞു കേൾക്കുന്നു. തിയോഫിൻ തന്നെ നൽകും നമുക്ക് ഈ വാർത്തയുടെ വിവരങ്ങൾ. തിയോഫിൻ, കേവലം ചലച്ചിത്ര സംഘടനയിലെ ആളുകൾ തമ്മിലുള്ള തർക്കം, ഈഗോ ക്ലാഷ് എന്നതിനപ്പുറത്തേക്ക് ഇത് വളരെ ഗൗരവതരമായ ആരോപണങ്ങളിലേക്ക് ചലച്ചിത്ര സംഘടനയിലെ വിഷയം എത്തി നിൽക്കുകയാണ്. അതിൽ രാഷ്ട്രീയ ആരോപണങ്ങൾ വരുന്നു. BJPക്ക് വേണ്ടിയാണ് ശ്വേതാ മേനോൻ ഈ കളി കളിച്ചത് എന്ന ആക്ഷേപം ഇന്നലെ മാധ്യമങ്ങളുടെ മുൻപിൽ ഒരു വിഭാഗം ചലച്ചിത്ര പ്രവർത്തകർ തുറന്നു പറയുകയാണ്. അങ്ങനെ ഒരു പ്രശ്നം നിൽക്കുന്നു. സാമ്പത്തിക ക്രമക്കേടുകളുടെ വിഷയം വരുന്നു. ആകെ മൊത്തത്തിൽ അലമ്പായി നിൽക്കുന്നു. എന്താണ് ഇപ്പോൾ അമ്മയിൽ ഏറ്റവും പുതുതായി സംഭവിക്കുന്നത്? മനു, ഇന്നലെ രാവിലെ വരെ അമ്മയിലെ വിഷയങ്ങൾ എന്ന് പറയുന്നത് ഇവരുടെ ഒരു ഈഗോ പ്രശ്നം, അതിൻ്റെ പേരിലുള്ള ക്ലാഷ്, ചെറിയ തർക്കങ്ങൾ, അങ്ങനത്തെ വഴക്ക്, ആ രീതിയിൽ, അല്ലെങ്കിൽ ഒരു കുടുംബ വഴക്കെന്നൊക്കെ രീതിയിൽ ആൾക്കാർ കണ്ടുകൊണ്ടിരുന്നതാണ്. പക്ഷേ അതിൽ നിന്ന് ഇന്നലെ രാവിലെ അൻസിബയ്ക്ക് പിന്തുണയുമായി എത്തിയ നടിമാർ അവർ ഉന്നയിച്ച വിഷയങ്ങൾ, അവർ തുറന്നു പറഞ്ഞ ചില കാര്യങ്ങൾ കൂടി കേൾക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു വിഷയം, അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങൾക്ക് മറ്റൊരു രാഷ്ട്രീയ മാനം വരുന്നത്. അതായത് ശ്വേതാ മേനോൻ സംഘപരിവാറിൻ്റെ അജണ്ടകൾ അമ്മയിൽ നടപ്പാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള ഗൗരവമായ ആരോപണമാണ്. അതിന് അവർ ഉന്നയിക്കുന്ന ചില കാരണങ്ങൾ, അവർ പറയുന്ന കാരണങ്ങളും അവർ അതിന് തുറന്നു പറയുന്ന വിഷയങ്ങൾ കൂടി കേൾക്കുമ്പോൾ അതിൽ ചില യാഥാർത്ഥ്യമുണ്ടോ എന്ന് സംശയിക്കേണ്ട സാഹചര്യത്തിലേക്ക് പോവുകയാണ്. കാരണം ഒരു കോർപ്പറേഷനിലെ ഒരു കൗൺസിലറായിരുന്ന ഒരു പൊതുപ്രവർത്തക അവർ പറഞ്ഞ കാര്യങ്ങൾ കൂടി, അതായത് അമ്മയുമായി ഒരു ബന്ധവുമില്ലാത്ത ഒരാളാണ്. അവർ പറയുന്നത് ശ്വേതാ മേനോന് ഈ BJPയിൽ നിന്ന് പണം കിട്ടിയിട്ടുണ്ട്, അതുപോലെ തന്നെ അദാനി ഗ്രൂപ്പിൽ നിന്ന് പണം നൽകാമെന്ന് പറഞ്ഞിരുന്നു. BJPക്ക് സ്ഥാനാർത്ഥികളെ നൽകാമെന്ന് പറഞ്ഞ് പണം വാങ്ങിയെന്ന ആരോപണം ബാബുരാജ് ഈ പൊതുയോഗത്തിൽ അമ്മ ജനറൽ ബോഡിയിൽ ഉന്നയിച്ചു എന്ന വിഷയം കൂടി താരങ്ങൾ പറഞ്ഞിരുന്നു. അങ്ങനെ വരുമ്പോൾ കാരണം നമുക്കറിയാം, പലപ്പോഴും ഈ ബോളിവുഡിൽ ഉൾപ്പെടെ നമ്മൾ കണ്ടതാണ്, ഹിന്ദി സിനിമയിലെ പലപ്പോഴും താരങ്ങളെ ഉൾപ്പെടെ അവർ സ്വാധീനിച്ച് BJP കടന്നു കയറി സിനിമയിൽ തന്നെ സംഘപരിവാർ വൽക്കരണം നടപ്പാക്കിയതാണ്. ആ രീതിയിലൊരു ശ്രമം ഇവിടെ ഉണ്ടായിട്ടുണ്ടോ എന്ന് നമുക്ക് സംശയിക്കേണ്ട. സ്വാഭാവികമായും ഈ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ അങ്ങനെ സംശയിക്കേണ്ട സാഹചര്യമുണ്ട്. എന്തായാലും ആ നിലയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. സംഘപരിവാറിൻ്റെ കടന്നുകയറ്റം മലയാള സിനിമയിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് സംശയിക്കേണ്ട രീതിയിൽ കാര്യങ്ങൾ മാറുന്നു. അങ്ങനെ ഒരു രാഷ്ട്രീയ മാനം വരുന്നു. ഇതുകൂടാതെ തന്നെ സാമ്പത്തിക വിഷയം, നേരത്തെ കൃത്യമായ കണക്കുകൾ ബോധിപ്പിച്ചില്ല, ജനറൽ ബോഡിയിൽ വെച്ചില്ല എന്നൊരു ആരോപണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അതിനകത്ത് ഈ പണം വാങ്ങിയത് എന്തിനുപയോഗിച്ചു എന്ന ചോദ്യങ്ങളൊക്കെ ഇത്തരത്തിൽ ബാക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ സാമ്പത്തിക ക്രമക്കേട് അതിനകത്ത് വിഷയം വരുന്നു. അദാനി ഗ്രൂപ്പിൽ നിന്നുൾപ്പെടെ പണം വാങ്ങാൻ ഒരുങ്ങിയിരുന്നു. BJPയിൽ നിന്ന് പണം വാങ്ങി, നേരത്തെ തന്നെ ഒരു ക്ഷേത്ര ട്രസ്റ്റിൽ നിന്ന് പണം കൈപ്പറ്റി, സ്പോൺസർഷിപ്പ് കൈപ്പറ്റിയ വിഷയം കൂടി നേരത്തെ ഗൗരവത്തിൽ വന്നിരുന്നു. അത് വലിയ ആരോപണങ്ങൾ ഉന്നയിക്കുക, തർക്കമാവുകയും ഒക്കെ ചെയ്തതാണ്. തന്നെയുമല്ല, ഇതിനിടയിലാണ് ഈ അൻസിബയെ ജിഹാദിയാക്കാനുള്ള ഒരു ശ്രമം നടന്നത്. അൻസിബ മതപരിവർത്തനം നടത്താൻ ശ്രമിച്ചു എന്നുള്ള ആരോപണമൊക്കെ ഉന്നയിച്ചതും ഈ വിഷയങ്ങളെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ ഇതിനകത്ത് ഒരു വർഗീയ നിറം ഇതിനകത്ത് വരികയാണ്. സംഘപരിവാർ വൽക്കരണത്തിനുള്ള ഒരു ശ്രമം നടന്നതായി തന്നെ മനസ്സിലാവുന്നു. അതിനെ എതിർത്തതാകാം അൻസിബ എന്ന നിലയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ വ്യക്തമാവുന്നത്. എന്തായാലും ഒരു സാമ്പത്തിക ക്രമക്കേടുകളെക്കുറിച്ചുള്ള വിഷയവും ഈ സംഘപരിവാർ വൽക്കരണത്തിനൊരു ശ്രമം നടക്കുന്നു, അല്ലെങ്കിൽ അതിന് BJPയുടെ ആയുധമായി ശ്വേതാ മേനോൻ മാറിയിരിക്കുന്ന ഗൗരവമായ ആരോപണം ഇന്നലെ നടിമാർ ഉന്നയിച്ചതോടുകൂടി ഈ വിഷയത്തിൻ്റെ മൊത്തം ഒരു ചിത്രം, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കളർ തന്നെ മാറുകയാണ്. ഇതിനിടെ അൻസിബയുടെ പരാതിയിൽ ടിനി ടോമിനെ എതിരെ ചോദ്യം ചെയ്യാനുള്ള ഒരു നീക്കവും പോലീസ് നടത്തുമെന്നാണ് സൂചന. മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്, ഈ കോടതി നിർദ്ദേശപ്രകാരമാണ് കടവന്ത്ര പോലീസ് കേസെടുത്തത്. പക്ഷേ ആ കേസിൽ ഇന്നലെ അൻസിബയുടെ മൊഴി രേഖപ്പെടുത്താൻ പോലീസ് തയ്യാറായിട്ടില്ല. ഇന്നലെ വൈകിട്ട് 5 മണിക്ക് അൻസിബയോട് പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. 5 മണിക്ക് അൻസിബ എത്തി. പക്ഷേ 1 മണിക്കൂറോളം അവരോട് കാത്തിരുന്നിട്ടും SHO ഇല്ല. മൊഴി രേഖപ്പെടുത്താൻ, അല്ലെങ്കിൽ മൊഴി എന്താണെന്നുള്ള അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാനായി SHO ഇല്ല എന്ന കാരണം പറഞ്ഞ് അവരെ അവിടെ കാത്തു നിർത്തി. 1 മണിക്കൂറിലധികം കാത്തുനിന്ന ശേഷം അവർ മടങ്ങുകയായിരുന്നു. എന്തായാലും കോടതിയുടെ നിർദ്ദേശപ്രകാരം ഒരു കേസെടുത്തിട്ട് അതിൽ മൊഴി രേഖപ്പെടുത്താൻ പോലീസ് തയ്യാറായില്ല എന്നുള്ളതാണ് ഒരു പക്ഷേ പോലീസിന്റെ ഇടപെടൽ ഇതിൽ വളരെ പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. കോടതി നിർദ്ദേശപ്രകാരമാണ് ടിനി ടോമിനെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം പോലീസ് കേസെടുത്തത്. എന്നിട്ട് അതിൽ മൊഴി നൽകാനെത്തുമ്പോൾ അവിടെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ കാത്തു നിർത്തുന്നത് ശരിയായ നടപടിയല്ല. അതിന്റെ പുറകിൽ മറ്റു ഇടപെടലുകളുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടി വരുന്നു. നേരത്തെയും പോലീസിൽ നിന്ന് അൻസിബയ്ക്ക് അത്ര സുഖകരമായ അനുഭവങ്ങളല്ല ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണല്ലോ അവർക്ക് കോടതിയെ സമീപിക്കേണ്ടി വന്നത്. പോലീസ് ഈ പരാതിയിൽ കഴമ്പില്ല എന്ന നിലപാടാണല്ലോ സ്വീകരിച്ചത്. ഇനിയിപ്പോൾ ഈ ടിനി ടോമിനെ ഉടൻ ചോദ്യം ചെയ്യുമോ? അതല്ലാതെ മറ്റു മാർഗ്ഗങ്ങളില്ലല്ലോ. കോടതി പറഞ്ഞിരിക്കുകയല്ലേ, അതുകൊണ്ട് വേറെ മാർഗ്ഗങ്ങളില്ല. ഉടൻ തന്നെ ടിനി ടോമിനെ വിളിച്ചു വരുത്താനുള്ള സാധ്യതയുണ്ടോ?
മനു വൈകാതെ തന്നെ ടിനി ടോമിനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുമെന്നാണ് സൂചന. പക്ഷേ ഇതിനിടയിലാണ് അതിനു മുമ്പായി തന്നെ പരാതിക്കാരുടെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുക എന്നുള്ളൊരു സ്വാഭാവിക നടപടിയുണ്ട്. ആ നടപടി പൂർത്തിയായിട്ടില്ല എന്നുള്ളതാണ് നമുക്കിവിടെ എടുത്തു കാണേണ്ടത്. മറ്റൊന്ന് മനു സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്ക് ഈ ചില കാര്യങ്ങൾ ഒരുമിച്ച് കൂട്ടി വായിക്കുമ്പോൾ ഇതൊരു പക്ഷേ പോലീസ് ഉത്തരവാദിത്ത കുറവാണ് അല്ലെങ്കിൽ മനഃപൂർവ്വം മൊഴിയെടുക്കാത്താണെന്ന് സംശയിക്കേണ്ട നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. കാരണം നേരത്തെ തന്നെ ഗൗരവകരമായ ആരോപണങ്ങൾ കടവന്ത്ര പോലീസിനെതിരെ ഉന്നയിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് അവർ കോടതിയിലേക്ക് പോയത്. തന്നെയുമല്ല കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നതാണ്. ആഭ്യന്തരമന്ത്രിയോട് വിളിച്ചു പറഞ്ഞിരുന്നു. അതിനുശേഷമാണ് തന്നോട് ഫോണിൽ വിളിച്ച് ചോദിക്കാൻ പോലും കടവന്ത്ര പോലീസ് തയ്യാറായതെന്നൊരു ആരോപണം കൂടി അൻസിബയുടെ ഭാഗത്തുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ തങ്ങളെ മറികടന്ന് കേസെടുത്തില്ല എന്ന് പറഞ്ഞ് കോടതിയിൽ പോയി കോടതിയിൽ നിന്ന് ഉത്തരവ് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കാൻ നിർബന്ധിതരായി. അതിലുള്ള ഒരു പക്ഷേ സംശയിക്കേണ്ടത് പകവീട്ടിലാണെന്ന് പോലും സംശയം ചിലർക്ക് ഉയരുന്നുണ്ട്. മനു, ശരി ശരി, ഏതായാലും നമുക്ക് നോക്കാം, നമുക്ക് പരിശോധിക്കാം എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത്. മലയാള സിനിമാ മേഖലയിലേക്ക് കടന്നു വരാനുള്ള സംഘപരിവാറിന്റെ നീക്കങ്ങളാണോ ഈ പറയുന്ന അമ്മയിലെ വലിയ പ്രശ്നങ്ങൾക്ക് പുറകിലെന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ്. പക്ഷേ ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ അതുപോലെയൊക്കെയാണ്. ഇത് പരസ്പരം ഇത് പുറത്തേക്ക് കൊണ്ടുവന്നത് സിനിമാ പ്രവർത്തകർ തന്നെയാണ്. അവർ തന്നെ ഈ ആരോപണങ്ങൾ കൃത്യമായി ഉന്നയിക്കുന്നു. ബാബുരാജ് അടക്കം ഇത് പറഞ്ഞിട്ടുണ്ട്. ആ സംഘടനയ്ക്കുള്ളിൽ ഇന്നലെ ഒരു വിഭാഗം ചലച്ചിത്ര പ്രവർത്തകർ, മാധ്യമ പ്രവർത്തകർ മുൻപിൽ പരസ്യമായി കാര്യങ്ങൾ ആക്ഷേപമായി ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ BJPയുടെ ഇടപെടലിന്റെ ഭാഗമായിട്ടാണോ ഈ പറയുന്ന ആക്ഷേപങ്ങളൊക്കെ അവിടെ സംഭവിച്ചിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ അത് വളരെ ഗൗരവതരമാണ്. ഗൗരവമായി തന്നെ വിഷയം പരിശോധിക്കപ്പെടേണ്ടതാണ്. ഇനി മറുഭാഗം എന്ന് പറയുന്നത് ടിനി ടോമിനെ ഉടനെ എങ്ങാനും ചോദ്യം ചെയ്യുമോ ആ പരാതിയിൽ? കാരണം കോടതി കേസെടുക്കാൻ പറഞ്ഞിട്ട് അവർ മൊഴി നൽകാൻ വേണ്ടി അൻസിബ വരുമ്പോൾ SHO ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ മണിക്കൂറുകളോളം കാത്തിരിപ്പിക്കുക, അതിനുശേഷം മടക്കി വിടുക, ഇതൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതും ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. ഒരു സ്ത്രീ അവർ പരാതി നൽകിയിട്ട് അവർക്ക് പോലീസ് സ്റ്റേഷനിൽ എത്തുമ്പോൾ ഇത്തരത്തിലൊരു അനുഭവമാണ് ഉണ്ടാകുന്നതെങ്കിൽ അത് ഗുരുതരമായ പ്രശ്നം തന്നെയാണ്. അത് കേവലം അൻസിബയുടെ മാത്രം വിഷയമല്ല, അതിനപ്പുറത്തേക്ക് നമ്മൾ വായിക്കേണ്ട പ്രശ്നം കൂടിയാണ്.